എന്താണ് ഒലിഗാർക്കി? ഡെമോക്രസി എന്താണെന്ന് നമുക്കറിയാം. അബ്രഹാം ലിങ്കൻ പറഞ്ഞതുപോലെ എ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. അതായത് ജനങ്ങളുടെ ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നു. നമ്മുടെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ പാർലമെൻ്ററി ഡെമോക്രാറ്റിക് കൺട്രിയാണെന്ന് കരുതപ്പെടുന്നു. ഇനി സൗദി അറേബ്യ ഒരു മൊണാർക്കിയാണ്. ഇവിടെ ഒരു രാജാവ് തൻ്റെ രാജ്യത്തെ ഭരിക്കുന്നു. പാർലമെൻ്ററി ഡെമോക്രസിയും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയും ചേർന്നതാണ് UK ഭരണം. അവിടെ ഒരു രാജാവുമുണ്ട്, അതേസമയം തന്നെ ഒരു പ്രൈം മിനിസ്റ്ററും ഉണ്ട്. ഇനി ഏതെങ്കിലും ഒരു റിലീജിയൻ്റെ സുപ്രീം ലീഡർ ഭരിക്കുന്ന രീതിയെ തിയോക്രസി എന്ന് പറയുന്നു. ഉദാഹരണം വത്തിക്കാൻ സിറ്റി, അതുപോലെ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ്. ചില രാജ്യങ്ങളിലാണെങ്കിൽ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു റൈറ്റ്സും ഫ്രീഡവും ഒന്നുമില്ല. ഇത്തരം ഭരണ സംവിധാനങ്ങൾക്ക് അതോറിറ്റേറിയനിസം എന്നും ഡിക്റ്റേറ്റർഷിപ്പ് എന്നും ഒക്കെ പറയാറുണ്ട്. ഇതിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ചില മനുഷ്യർ രാജ്യത്തെ ജനങ്ങളെ അടക്കി ഭരിക്കുന്നതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉൻ. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് ഒലിഗാർക്കി? അതിസമ്പന്നരായ ഒരു കൂട്ടം എലീറ്റ് ആളുകൾ, അതായത് കുലീനരായിട്ടുള്ള ആളുകൾ, തങ്ങളുടെ സ്വത്തുകളെയും താല്പര്യങ്ങളെയും സംരക്ഷിക്കാൻ ജനങ്ങളെ നിയന്ത്രിച്ച് ഭരിക്കുന്ന സംവിധാനമാണ് ഒലിഗാർക്കി. ഇന്നത്തെ പല ഡെമോക്രാറ്റിക് കൺട്രികളിലും ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നത് ഇത്തരം അതിസമ്പന്നരാണ്. ഇതിനെ ഇൻഡയറക്റ്റ് ഒലിഗാർക്കി എന്ന് പറയാം.